ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ക്യാരറ്റ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള മിക്സി, കുക്കർ അല്ലെങ്കിൽ ചരുവം, അതുപോലെ തന്നെ ബാറ്റർ ഒഴിക്കാനായിട്ട് നമ്മുടെ സ്റ്റീൽ പാത്രം എന്തെങ്കിലും കൊണ്ട് എടുത്ത് അങ്ങനെ നമുക്ക് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു 1/4 കിലോ ക്യാരറ്റ് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2 കപ്പ് അളവ് പറയുമ്പോൾ 2 കപ്പാണ്. അതിനകത്ത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കപ്പ് ഏതെങ്കിലും എടുക്കുന്ന അതിൻ്റെ ആ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 250 ഗ്രാം അളവാണ് ഇതാണ്. അപ്പോൾ ഞാനൊരു കടായി അടുപ്പ് വെച്ചു. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആ കടായിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതായത് നമുക്ക് ആ ക്യാരറ്റിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി അതൊന്ന് പിന്നെ സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് 2-3 ഏലക്കായ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനാണ്. അപ്പം വേണ്ടെങ്കിൽ നമുക്ക് ചേർക്കണം. നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. കാരണം ഞാനൊരു വികലാംഗയാണ്. ഞാൻ വീൽ ചെയറിലിരുന്നാണ് എല്ലാം ഉണ്ടാക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പം അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാരറ്റിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇറങ്ങി വന്ന് ഈ വെള്ളം ഒന്ന് പറ്റി വരണം. ഈ പറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തീ ഓഫാക്കാം. പക്ഷേങ്കിൽ തീരെ അങ്ങ് പറ്റി ഡ്രൈ ആകരുത്. ആയാലും പഞ്ചസാരയല്ലേ, അപ്പോൾ അത് കട്ടിയാകും. അതുകൊണ്ട് നമുക്ക് തവി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇളകുന്ന ഒരു പരുവമുണ്ട്. ആ പരുവാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാവേ. അതിനകത്ത് 1/4 കിലോ മൈദയാണ് എടുത്തിട്ട് 1/4 കിലോ മൈദ എന്ന് പറയുന്നത് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ്, അത്രയും തന്നെ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ എടുക്കുന്നത് കാണുന്നുള്ളൂ, അത് വിട്ടുപോയതാണ്. അപ്പം ഇതിനകത്ത് എടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ എടുത്ത ഏത് കപ്പാണോ അതിന് 1 കപ്പ്. അപ്പം 1/4 കിലോ പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഷുഗറുകാരൊക്കെ ഉണ്ടെങ്കിൽ അത്ര എടുക്കണ്ട, അപ്പോൾ കുറച്ചെടുത്താൽ മതി. നമ്മൾ 1/2 കപ്പ് പഞ്ചസാര നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 200 ഗ്രാമൊക്കെ 225 ഗ്രാമൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് മിക്സിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിലോട്ട് 3-4 ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരിക. പൊടിച്ചിട്ട് അതിലേക്ക് 3 മുട്ടയും ഒഴിച്ച് പിന്നെ വാനില എസൻസ് കൂടെ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുക. അപ്പം ഞാനിതിന് കളറിനകത്തിട്ട് ചേർക്കുന്നത് ഇത് കാരമൽ സിറപ്പാണ്. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഈ കളറിലാണ് അടിച്ചുകൊണ്ട് വന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കിലോ ഓയിൽ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഓയിലും കുറച്ച് ഇതും കൂടെ നെയ്യും കൂടെയാണ് എടുത്തിരിക്കുന്നത്, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റിനകത്തോട്ട് നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫ്രൂട്ട്സ് വേണമെങ്കിലൊക്കെ ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ആദ്യമേ അരിച്ച് വെച്ചിരുന്ന പൊടികൾ, മൈദയൊക്കെ അന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് വെക്കണം. അപ്പോൾ ആ അരിച്ച പൊടി ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാമെങ്കിൽ ഇതിനകത്ത് നട്ട്സൊക്കെ താന്നു പോകത്തില്ല. ഡേറ്റ്സ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. ഞാൻ അടിച്ചുകൊണ്ട് വന്ന ബാറ്റർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിനകത്ത് ഇട്ട ശേഷം നമുക്ക് പയ്യെ കുറേശ്ശെ 2-3 ബാച്ചുകളാക്കിയിട്ട് ഇത് നമുക്കൊന്ന്
ഈ ബാറ്റർ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ അത് തീരെ അങ്ങ് കുഴയ്ക്കരുത്. ഒരു കട്ട് ആൻഡ് ഫോൾഡിൽ പയ്യെ ഒന്ന് കറക്കി നടുക്കൂടി ഇങ്ങനെ മറിഞ്ഞ് അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ എടുത്തിട്ട് എടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ കേക്ക് ടിന്ന് നിങ്ങൾ എടുത്തിരിക്കുന്നത് സ്റ്റീൽ പാത്രമാണെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇട്ടാൽ മതി. അപ്പം എനിക്ക് കേക്ക് ടിന്നുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുക്കറാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കണം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കി ഒരു 35-40 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇടയ്ക്ക് 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കണം ഇത് ശരിയായോ എന്ന്. നമ്മൾ സ്ക്രൂവർ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി നോക്കുക, കമ്പ് എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കിയിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് 40 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓരോരുത്തരുടെ തീയുടെ അനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പം 25 മിനിറ്റിന് മുമ്പ് ആരും തുറന്ന് നോക്കരുത്, അത് കഴിഞ്ഞ് നോക്കാവുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.